യാത്ര എല്ലാം വെള്ളങ്ങളാണ്. എല്ലാം ഈ ലിക്കറിൽ കുപ്പിയിൽ വാങ്ങിച്ച് മിക്സ് ചെയ്ത് കൊണ്ടുപോയിട്ട് അടിയാണ് പരിപാടി. ഇത് സേഫ് ഒന്നുമില്ല ട്രെയിൻ യാത്ര. ഇന്നലെ ചെയ്തവനെ പിടിച്ച് വല്ല തൂക്കിക്കൊല്ലാൻ നോക്കണം. വർക്കലയിൽ ട്രെയിനിൽ നിന്ന് പെൺകുട്ടിയെ തള്ളിയിട്ട സംഭവത്തിൽ ജനങ്ങളുടെ പ്രതികരണങ്ങൾ സ്വാഭാവികമായും അവർക്ക് ആശങ്കയുണ്ട്. ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. എന്ത് സുരക്ഷയാണ് ട്രെയിനിൽ ഉള്ളതെന്ന ചോദ്യം നമ്മുടെ മനസ്സിലേക്ക്, ആ ആശങ്ക നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത് കേൾക്കാം. സൗമ്യയുടെ അദ്ദേഹത്തിലാണ് ഇപ്പൊ ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. ഒരു ട്രെയിനിൽ നിന്ന് എടുത്തൊരു പെൺകുട്ടീനെ എടുത്ത് ചവിട്ടി പുറത്തേക്കാക്കുക എന്നെല്ലാം പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ഉൾക്കൊണ്ടു പോകാൻ പറ്റാത്തൊരു കാര്യം. സ്ത്രീകളുടെ ആയാലും കുട്ടികളുടെ ആയാലും അവരുടെ സുരക്ഷിത അത് റെയിൽവേ അത് അംഗീകരിച്ചേ പറ്റൂ. ഇനിയൊരു സൗമ്യം ഉണ്ടാവരുത് എന്ന് ഞാൻ 15 കൊല്ലമായിട്ട് ഞാൻ അത് പറഞ്ഞുകൊണ്ടിരിക്കണം. ഉച്ചയ്ക്ക് മെമു ഉണ്ട് നമുക്ക് നാഗർകോവിൽ വരെ പോകാനുള്ള. അപ്പോൾ അതിൽ ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൽ പോലും ജെൻസാണ് കൂടുതലും കയറിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പോലീസ് ഉണ്ടെങ്കിൽ പോലും ആ ജെൻസിനെ പുറത്തിറക്കാനോ അങ്ങനെ ഒന്നും മുതിരുന്നില്ല. അപ്പം ബാക്കി മാത്രമല്ല, വൈകിട്ടുള്ള നാഗർകോവിൽ എന്ന് പറയുന്നത് ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടാണ് പോകുന്നത്. സേഫ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, കുറേ കൂടെ കരുതലുകൾ നമ്മൾ എടുക്കേണ്ടതുണ്ട് ട്രെയിനിൽ പോകുമ്പോഴത്തേക്കും. പ്രത്യേകിച്ച് ലേഡീസ് കമ്പാർട്ട്മെൻറ്റ് ആണെങ്കിൽ പോലും നമുക്കിന്ന് സേഫ് അല്ല. ആണുങ്ങൾ കയറുന്നുണ്ട്, വളരെ വൾഗറായുള്ള രീതിയിൽ നമ്മളടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം കുറേ കൂടെ മുൻകരുതലുകൾ എടുക്കേണ്ടതായിട്ടുണ്ട്. ഭയമാണ്. പെൺകൊച്ചുങ്ങളെ നമുക്ക് ഒറ്റയ്ക്ക് ട്രെയിൻ യാത്ര നമുക്ക് ഭയം തന്നെയാണ്. മക്കളെ ഒന്നും ഒറ്റയ്ക്ക് കയറ്റിവിടാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ റെയിൽവേയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ലേഡീസ് കമ്പാർട്ട്മെൻറ്റിലും അത്ര സുരക്ഷിതമൊന്നുമല്ല. പലരും അറിയാതെയൊക്കെ കയറുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ചില ഇഷ്യൂസൊക്കെ ഉണ്ടാവുന്നുണ്ട്. മദ്യപിച്ച ആളുകൾ വരിക, ഒരുപാട് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുക, അങ്ങനെ അത്രയും കംഫർട്ടബിൾ അല്ല ട്രെയിൻ യാത്ര. പേടിയെന്ന് പറഞ്ഞാൽ പേടി തന്നെ മോളെ. പേടിക്കാതിരിക്കാൻ പറ്റുമോ? നമ്മൾ ഇത്രയും പേരൊക്കെ യാത്ര ചെയ്യുന്നതല്ലേ, നമുക്ക് എങ്ങനെ പേടിക്കാതിരിക്കാൻ പറ്റും? നമ്മളെ മക്കളായിരുന്നു നമുക്ക് ധൈര്യമായിട്ട് ട്രെയിനിനകത്ത് കയറ്റി വിടാൻ പറ്റുമോ? ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പിടിച്ചോണ്ടൊക്കെ ചെന്ന് കയറിയതാണ്. അത് ആരും ശ്രദ്ധിച്ചതുമില്ല. അതൊന്നും ശ്രദ്ധിക്കാനായിട്ട് ഇവിടെ പോലീസിന് സമയമല്ല, ഇവിടെയുള്ള ജീവനക്കാർക്ക് അതിന് സമയമല്ല.